എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടായി പ്രാതയായി എന്തിരുമാ എന്താടാ വന്നിട്ട് ചുമ്മാ നിൽക്കുന്നേ ഒന്നും മിണ്ടുന്നില്ല. എന്തൊരു മിണ്ടാ മാമ. എന്തര പറ്റി? ചെറുക്കനെ കാണാൻ വയ്യ മാമ, കാണാൻ വയ്യ. എന്താടാ അവൻ ഒളിച്ചാറ്റാ കളിക്കുന്ന? ഒളിച്ച് കളിക്കണമെന്നല്ല, പിന്നെന്തരേ ചെറുക്ക ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ. അവൻ എത്ര വയസ്സായടാ ഇപ്പം? 12 വയസ്സ്. പിന്നെ ചെറുക്ക ഇങ്ങനെ അല്ലാതെ എടാ ഓടി കളിച്ച് നടക്കണ പ്രായമല്ലേ, ഇങ്ങനെ ഇരിക്കൂ പിള്ളേര്. മാമ അവൻ ഓടിക്കളിക്കണോണ്ടല്ല, പിന്നെന്തരേ ചെറുക്കന് ഭയങ്കര പനിയും തൊണ്ടവേദനയും കഫക്കെട്ട് ശരീരവേദന ഒട്ടും വയ്യ മാമ ചെറുക്കന്. എവിടെയെങ്കിലും പെയ്യും മഴ നനഞ്ഞിരിക്കും, അതാണ്. ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേടാ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എവിടെ? നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി. എവിടെ എവിടെ? നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയെന്ന്. എഴിച്ചു പോടാ. എടാ ചെറുക്ക ഏതെങ്കിലും സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ പോരേ? അവിടെ ഭയങ്കര സംവിധാനങ്ങളല്ലേ ഇപ്പം. എന്തിനാമ? ഏതെങ്കിലും സർക്കാർ ആശുപത്രി കൊണ്ടുപോകാത്തന്തേ? എൻ്റെ അന്തസ്സ് നോക്കണ്ടേ അമ്മ, നിങ്ങൾ അന്തസ്സ് നോക്കണ്ടേ അമ്മ, നമ്മളെ കുടുംബത്തിൻ്റെ അന്തസ്സ് നോക്കണ്ടേ അമ്മ. എൻ്റെ കുടുംബത്തിൻ്റെ വില പോകൂലേ സർക്കാർ ആശുപത്രി കൊണ്ടുപോയി ചെറുക്കനെ കാണിച്ച? അയ്യോ മാമ, അതിനെക്കുറിച്ച് ആലോചിച്ചില്ലടാ. നിങ്ങൾ ചില സമയത്തോളം നിങ്ങൾ വർത്തമാനം കേൾക്കാൻ പോണ്ടല്ല, സഹിക്കാൻ പറ്റില്ല അമ്മ. ഇനി മേല മാമൻ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറയില്ല. എന്നിട്ട് എന്തരായി? നിശ്ചയമാ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റൂല അമ്മ. നിങ്ങൾ പറഞ്ഞില്ല അത് ചോദിക്കും മാമ. എടാ ആശുപത്രി കൊണ്ടുപോയിട്ട് എന്തരായെന്ന്? ആശുപത്രി കൊണ്ടുപോയി. നല്ല തിളയ്ക്കണ പനി ചെറുക്കന്. അപ്പം ചെന്ന് കയറണ അവർ പറഞ്ഞു 300 രൂപ തരാൻ പറഞ്ഞു. ഞാൻ ചെന്തിന് കോപ്പി. ഞാൻ നേരെ 300 കൊടുത്തു. ഇവര് കാണിച്ച പോക്കറ്റിന് അറിയാമോ? എന്താ പോക്കറ്റിനെ കാണിച്ചത്? മാമ ഒരു തുണ്ടെടുത്ത് തന്നേക്കണോ മാമ? അതിനല്ലേ 300 രൂപ കൊടുത്തത്. മാമ പിന്നെ ഓപ്പി എന്തിനാ ആദ്യം പറഞ്ഞത്? നീ എന്തെന്ന് വിചാരിച്ച്? ഞാൻ വെച്ചു ഓപ്പി 2 പെക്കിന് 300 രൂപ, അതിനാണ് 300 രൂപ കൊടുത്തത്. ഞാൻ ഓൾഡ് പോർട്ട് റമ്മാണ് നിനക്ക് തരാൻ വേണ്ടി 300 രൂപ ചോദിച്ചെന്ന് വിചാരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. അവര് മറ്റേ ചീട്ടില്ലേ, ചീട്ട്, അതിന് വേണ്ടിയാണ് 300 രൂപ ചോദിച്ചത്. അതിനാണ് ഓപ്പി ടിക്കറ്റ്. അത് ശരി. എന്നിട്ട് എന്തരായി? ഞാൻ അവരോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് ഒരു കുഴപ്പമില്ല, ഇത്തിപ്പോ കഫമുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? മാമ കഫമുണ്ടെന്ന് കണ്ടുപിടിച്ചില്ലേ അവര്? കഫമുണ്ടെന്ന് കണ്ടുപിടിച്ചു, എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിച്ചില്ല. സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാക്കൂല. അതിന് പിന്നെ എന്തെങ്കിലും നേരെ ECGക്ക് വിടാൻ പറഞ്ഞു. അതെന്തായാലും മൊട്ടയ്ക്ക് മാമ അതിന് ഈ കഫ ഇരിക്കുമ്പോ മറ്റേ വേരിയേഷൻ വരൂലേ, അതിന് വേണ്ടി ECGക്ക് വിടാൻ പറഞ്ഞു. അത് വേണം, ബുദ്ധിപരമായ നീക്കമാണ്. അത് വേണം മാമ. പിന്നെ നേരെ ECGക്ക് വിട്ടു. അവരും പറയുന്നുണ്ട് കഫമുണ്ട്. അതിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അവർ പറയുന്നുണ്ടല്ലോ അമ്മ കഫമുണ്ടെന്ന്. എന്നാൽ ഈ പൈസ വാങ്ങിച്ചത് ചെയ്യുമ്പോൾ എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണ്ടേ? എന്റെ പൊന്നു മാമ, കഫമുണ്ടെന്ന് കണ്ടുപിടിച്ച പിന്നെ ഇത് എവിടെ ഇരിക്കണം നമുക്ക് എപ്പോഴും കാണാൻ കണ്ടുപിടിക്കാമല്ലോ മാമ. അതും ശരിയല്ല. എന്നിട്ട് എന്തരായി? ഈ കഫമുള്ളതുകൊണ്ടാണ് പനിയുള്ളത്. ഞാൻ അവർ വേറെ 2-3 ടെസ്റ്റ് കൂടെ എഴുതി തന്ന് എല്ലാം നോക്കി, ഓക്കെയാണ്. പക്ഷെ ഇതിൽ കണ്ടുപിടിച്ചറിയാമോ? ഓർത്തയെ കാണിക്കാൻ പറഞ്ഞു. നീ എന്തൊരു മണ്ടത്തരാടാ പറയുന്നേ? എന്തൊരു മണ്ടത്തരം പറയണത്? ചെറുക്കൻ എന്തൊരു ഒടിവാ ചെറുവാ വല്ലതും ഉണ്ടാ? എന്റെ മാമ ചെറുക്കന് പനിയല്ലേ? എടാ അതിന് ഈ ഓർത്തയിലും ഒടിവുള്ളവരെയല്ലേ കാണിക്കാൻ. നിങ്ങൾ ഈ മുട്ടിന്റെ ചിരട്ടാന്ന് കേട്ടിട്ടുണ്ടോ? ചിരട്ടയെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. മാമ ഈ ചിരട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് അവിടെ കഫം കെട്ടും. ചിരട്ടയിൽ കഫം കെട്ടും. ഈ കഫം കെട്ടി അത് ശരീരത്തോട് അകത്തൂടെ കയറി കഴിഞ്ഞാൽ പനി വരും. അതറിയാമോ നിങ്ങൾക്ക്? അങ്ങനെയും വരുമല്ലേ മാമ? അതുകൊണ്ടല്ലേ അവർ ഓർത്തയെ കാണിക്കാൻ പറഞ്ഞത്. പക്ഷെ അവര് പറയുന്നുണ്ടോ? സത്യം അവര് പറഞ്ഞു. എന്താണ്? കഫം നിസ്സാരമായിട്ട് നമുക്ക് എടുത്ത് അലിയിച്ച് കളയാന്ന് പറഞ്ഞു. അങ്ങനെ കളയാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ മരുന്ന് തന്നില്ലേ അവര്? എന്നിട്ട് ഇപ്പൊ എന്തരായി? നേരെ മരുന്ന് വാങ്ങിച്ചു, നേരെ വീട്ടിൽ വന്നു. എടാ പ്രാട്ടിയേ, എന്തിനാ തോനെ പൈസ ആയി കാണുമല്ലോ ആശുപത്രിയില്ലേ? എല്ലാം 100 പൈസയേ ഉള്ളൂ. എന്നാലും എത്ര രൂപ ആയി കാണും? ഒരു 7800, 8000, 8200. എടാ കൃത്യമായിട്ട് പറയടാ. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, അവക്കെ അറിയാവൂ. ശരിയാണ്, അവളല്ലേ സ്ഥിരമായിട്ട് ചെയ്യണത്, അവക്കല്ലേ അറിയാവൂ. ഇപ്പൊ ചെറുക്കൻ്റെ അവസ്ഥ എന്തരാണ്? ചെറുക്കന് കുഴപ്പമൊന്നുമില്ല, പഴയതുപോലെ തന്നെ പനി. എന്ന് വെച്ചാൽ കൊണ്ടുപോയതുപോലെ എന്നാ പനി അതേപോലെ നിൽക്കുന്ന? കൂടിയില്ല, കുറഞ്ഞില്ല അമ്മ. അതിന് അങ്ങനെ തന്നെ നിൽക്കും. അമ്മ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും അമ്മ, മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവും. 2 ദിവസം അല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കേ ഉള്ളൂ. കുറയൂല്ലെന്നോ? നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയടാ. എന്തൊരു കാര്യം മാമ? ചെറുക്കൻ്റെ കാട് പോലെ കിടക്കണില്ലേ മുടി, തലമുടി? അതെ, അതെങ്കിലും ബാർബർ ഷാപ്പിൽ കൊണ്ടുപോയി വഴിച്ചിറക്കി നേരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാ. അപ്പോഴോ? വന്നിട്ട് ഉടനെ തന്നെ നിന്റെ ഭാര്യയുടെ അടുത്ത് പറയണം, എന്തെന്ന്? തുളസി ഇലയിട്ട് ഒരു ചുക്ക് കാപ്പി ചെറുക്കൻ ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. ചുക്ക് കാപ്പി കുടിച്ചുടനെ
ചെറുക്ക ഒന്ന് വേർക്കും. അത് വേർക്കും മാമ, വേർക്കണം. വേർത്ത് കഴിഞ്ഞ ഉടനെ അവ എന്തിനു ചെയ്യുമെന്നറിയാം? എന്തിനു മാമ? ഒരൊറ്റ ഓട്ടമാണടാ. കക്കൂസി ഓടാവും. നോട്ടേ, കക്കൂസിലല്ലേ ഓടണത്? കക്കൂസിലല്ലടാ, പിന്നെ പനി ഓടുവന്ന്. എന്തിനു മാമ? പനി പമ്പ കിടക്കുവന്നടാ. തന്നെ? വാ